ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്ക അല്ലെങ്കിൽ സുക്ക. ഒരു സെമി ഗ്രേവി അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കുന്ന ഒരു ഡിഷാണ്. ഒരു കർണാടക ഡിഷാണ്, മാംഗ്ലൂരിയൻ ഡിഷാണ്. ചെയ്ത് നോക്കിയാലോ? ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ ചുവട് കട്ടിയുള്ള ഏത് പാത്രവും എടുക്കാം. ഞാൻ 3 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ്, കനം കുറച്ച്. അത് നമുക്ക് ആദ്യം എണ്ണയിലിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. സവാള റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ എടുക്കാം. ഒരുപാട് അങ്ങ് കറുത്ത കളറിലാകരുത്, എന്നാൽ കറിക്ക് ഒരു കയ്പ്പ് വരും. ഈ ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്കിങ്ങ് വറുത്തെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 വലിയ സ്പൂൺ തൈര്, ഫ്രൈ ചെയ്ത് വെച്ച സവാള. ഇത് മാരിനേറ്റ് ചെയ്ത് 15 മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കാം. സവാള വറുത്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് പെരിഞ്ജീരകം, 2-3 ഏലക്ക, 1 കറുവപ്പട്ട കഷ്ണം, ഗ്രാമ്പു ഇത്രയും ചേർത്ത് ഒന്ന് ചൂടാക്കാം. അതിലേക്ക് 1 പച്ചമുളക്, 1 ചെറിയ ടൊമാറ്റോ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ചുക്ക റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. ആദ്യം നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.